എന്നെ അങ്ങനെ നൈസായിട്ട് ഒഴിവാക്കാന്നൊന്നും വിചാരിക്കണ്ട. മിനിമം 101 പവനില്ലാതെ എന്നെ ഇവിടെ ഇറക്കി വിടാന്നാരും വിചാരിക്കണ്ട. ചേച്ചിക്ക് 51 പവനായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് 101 പവനെങ്കിലും എനിക്ക് കിട്ടണം. എനിക്ക് സ്ത്രീധനോട്ട് തരുവാണെങ്കിൽ സ്വർണ്ണമൊന്നും വേണ്ട. പണിക്കൂലി നഷ്ടമുണ്ട്, പിന്നെ ഞാനാണെങ്കിൽ യൂസ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് ക്യാഷ് ആയിട്ട് തന്നെ വേണം. അതും ലിക്വിഡ് മണി എന്റെ പേര് തന്നെ വേണം. എനിക്ക് എന്റെ കല്യാണത്തിനെ കുറിച്ച് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. കഴുത്ത് മുതൽ അങ്ങേയറ്റം വരെ എനിക്ക് സ്വർണം വേണം. ഭീമ പരസ്യത്തിനൊക്കെ പോലെ സ്വർണം മാത്രമേ കാണാൻ പാടുള്ളൂ, എന്നെ കാണാൻ പാടില്ല. കല്യാണത്തിന്റെ പേരും പറഞ്ഞ് പണവും സ്ത്രീധനമൊന്നും എനിക്ക് വേണ്ട. എനിക്കും എന്റെ ഹസ്ബൻഡിനും വേണ്ടി 2 ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തന്നാൽ ഞങ്ങൾ യൂറോപ്പൊക്കെ കറങ്ങി വരാം. ഉപ്പ, നിങ്ങൾ എന്റെ സ്ത്രീധനക്കാരാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. നമ്മുടെ ഹൈവേ കിടക്കുന്ന സ്ഥലമില്ലേ, ആ കണ്ണായ സ്ഥലം, എനിക്കത് മതി. അവിടെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള വീടൊക്കെ വെച്ച് താമസിക്കാം. എന്ത്? അതെ, എന്റെ ചില ഫ്രണ്ട്സിന്റെ ഒക്കെ കല്യാണം കണ്ടിട്ടല്ലേ. ഇനി എന്നാ എന്റെ കല്യാണം? ഞാൻ ഒരാളെ കണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. സ്ത്രീധനമായിട്ട് എനിക്ക് ഒന്നും വേണ്ട, നിങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും മാത്രം മതി. സ്ത്രീധനമൊക്കെ പഴയ കോൺസെപ്റ്റ് ആണ്. സ്ത്രീധനം മേടിക്കാതെ ആരെങ്കിലും വന്നാൽ ഞാൻ സമ്മതിക്കാം. അല്ലാതെ സ്ത്രീധനം കൊടുത്ത് എന്നെ കെട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല.